നമസ്കാരം. നമ്മൾ പുഴുത്ത പട്ടികളെ ഈ ഗല്ലിയിൽ നിന്ന് അങ്ങോട്ട് ഓടിക്കും, ആ ഗല്ലിയിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കും. എവിടെയും നിൽക്കാൻ പറ്റില്ല. വേറെ സ്ഥലത്ത് പോയി അവിടെയുള്ള ആ നാട്ടുകാരായിട്ടുള്ള പട്ടികളുണ്ട്, ഓരോരുത്തർക്കൂടെ നാടൊക്കെ സ്വന്തമായിട്ടുണ്ട്, അവർ കടിച്ചോടിക്കും. ഈ ഒരു അവസ്ഥയാണ് ചിലയിടങ്ങളിൽ, ബാംഗ്ലൂരിലൊക്കെ ഈ അവസ്ഥയാണ് ഇപ്പോൾ മുസ്ലിം സമൂഹത്തിനുള്ളത്. മുസ്ലിമാണോ എങ്കിൽ വീട് ഇല്ല, മുസ്ലിമാണോ എങ്കിൽ ജോലിയില്ല, മുസ്ലിമാണോ കോളേജിൽ സീറ്റ് കിട്ടാൻ പോലും ബുദ്ധിമുട്ടാണ്. ഈ അടുത്ത കാലത്ത് ബാംഗ്ലൂരിൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് മതത്തിൻ്റെ പേരിൽ ഇൻ്റർവ്യൂ അവസരം നിഷേധിച്ചു. അങ്ങനെ ഒരു ആരോപണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ്. അവിടെയുള്ളൊരു നിയമ വിദ്യാർത്ഥി, അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് അമീൻ എന്നാണ്. അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ട് അതിലാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. തൻ്റെ സുഹൃത്തിൻ്റെ ബയോഡേറ്റ അയച്ചതിന് പിന്നാലെ അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞത്രേ, ഇത് മുസ്ലിമാണല്ലോ, പേര് കേട്ടാൽ അറിയാൻ പറ്റുമല്ലോ, ഇത് മുസ്ലിമാണല്ലോ, ആയതുകൊണ്ട് ജോലിക്കെടുക്കാൻ താല്പര്യമില്ല. ഈ തരത്തിലാണ് ആ കമ്പനി മറുപടി കൊടുത്തത്. ഇതിന് തെളിവായിട്ട് വാട്സപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. കമ്പനിയുടെ പേരോ മേൽവിലാസമോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. അത് പിന്നെ കേസും കൂട്ടൊക്കെ ആയി മാറുമല്ലോ. സംഭവം ഏതായാലും സോഷ്യൽ മീഡിയയിൽ, സമൂഹത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. മതവിവേചനങ്ങൾ ശക്തി പ്രാപിക്കുകയാണെന്നുള്ള ആരോപണവും കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. ഇതിനു മുൻപ് പല കോർപ്പറേറ്റുകൾ, വലിയ കമ്പനികൾ, ടാറ്റ അടക്കമുള്ള കമ്പനികളിൽ ജോലിക്കെടുത്ത ആളുകൾ അതിനകത്ത് കയറി മതത്തിൻ്റെ വൈകല്യങ്ങൾ കുത്തിവെക്കുക, മതം മാറ്റം, ജിഹാദ്, ഇതൊക്കെ. ആ അനുഭവങ്ങൾ ഇവിടെ നടക്കുന്ന കാര്യം അപ്പുറത്തറിയാൻ വേണ്ടി ഇപ്പോൾ പത്രങ്ങൾ മാത്രമല്ലല്ലോ ഉള്ളത്. ലക്ഷക്കണക്കിന് യൂട്യൂബേഴ്സൊക്കെയും പത്രങ്ങളാണ്, കൊച്ചു കൊച്ചു പത്രങ്ങളാണ് വാസ്തവത്തിൽ. അപ്പോൾ എല്ലാവരും ചെവിയിൽ സംഭവം എത്തിയിട്ടുണ്ട്. അതിൻ്റെ അവരെല്ലാവരും മൊബിലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താ പേര്? മുഹമ്മദ്. ജോലി ഇല്ല കേട്ടോ, ഇവിടെ വേക്കൻസി ഇല്ല. അടുത്ത സ്ഥലത്ത് നിന്നു, എന്താ പേര്? ഇബ്രാഹിം. ഞങ്ങൾ അറിയിക്കാം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഏതായാലും ജോലിക്കെടുത്തപ്പോഴുണ്ടായ ആ കമ്പനിക്കുണ്ടായ അനുഭവങ്ങൾ മറ്റുള്ള കമ്പനികളെയൊക്കെ, ഇതര കമ്പനികളെയൊക്കെ അവരറിയിക്കുമല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് വേണ്ടത്ര ജോലി? ഇന്ത്യയിൽ ജോലിയില്ലാതെ നടക്കുന്ന ആളുകളാണല്ലോ ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകളെ ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്കാണെങ്കിൽ പോലും ജോലിക്കെടുത്ത് എന്തിനാ പുലിവാല് പിടിക്കുന്നതെന്ന് എല്ലാവരും കരുതുകയാണ്. കോയമ്പത്തൂരിലുണ്ടായ സ്ഫോടനം, ആ സംഭവം അവിടെ ഉണ്ടായി മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ അറിഞ്ഞിട്ട്. കാരണം അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആനക്കട്ടിയിലാണ് ഞാൻ അന്നുണ്ടായിരുന്നത്, അവിടുത്തെ ആശ്രമത്തിലുണ്ടായിരുന്നത്. കോയമ്പത്തൂരുണ്ടായ സ്ഫോടനം, അതിനുശേഷം കോയമ്പത്തൂരിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ ചില സങ്കേതങ്ങളിലല്ലാതെ വീട് വാങ്ങിക്കാനും പറ്റില്ല, സ്ഥലം വാങ്ങിക്കാനും പറ്റില്ല, ഫ്ലാറ്റ് വാങ്ങിക്കാനും പറ്റില്ല, വാടകയ്ക്കും കിട്ടില്ല. ഇനിയിപ്പോൾ ബാച്ചിലേഴ്സായിട്ട് കുട്ടികൾ കയറി ചെന്ന് കഴിഞ്ഞാൽ, എന്താ പേര്? സതീഷ്, അങ്ങോട്ട് മാറിയെന്നോളൂ. എന്താ പേര്? രതീഷ്, ഇങ്ങോട്ട് മാറിയെന്നോളൂ. എന്താ പേര്? ബാലകൃഷ്ണൻ, രാമകൃഷ്ണൻ, നാരായണൻ, കുഞ്ഞികൃഷ്ണൻ, മുരളീധരൻ, അല്ലെങ്കിൽ മാറ്റി നിർത്തി. എന്താ നിങ്ങളുടെ പേര്? ഔസേപ്പ്, അങ്ങോട്ട് മാറിയെന്നോളൂ. ജോസഫ്, ഓക്കെ. സെബാസ്റ്റ്യൻ, ഓക്കെ. എന്താ തൻ്റെ പേര്? എന്താ? നെറ്റീമ. നെറ്റീമ പാടുണ്ടേ. എന്താ പേര്? എൻ്റെ പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് ഇബ്രാഹിം, അല്ലെങ്കിൽ മുഹമ്മദ്, അല്ലെങ്കിൽ സിദ്ദിഖ്,
അറിയിക്കാൻ കേട്ടോ പറഞ്ഞു വിടുകയാണ്. പറഞ്ഞു വിടുക. ഭയമാണ് ആളുകൾക്ക്. എന്തിനാ പുലിവാല് പിടിക്കുന്നത് എന്നുള്ളതാണ്. അളയിൽ കയറിപ്പോയി വാല് മാത്രമേ പുറത്തുള്ളൂ. ആ വാൽമ കയറിപ്പിടിച്ച് ചിലപ്പോൾ അത് രാജഗോപാലയുടെ വാലാണെങ്കിലോ. വാലെല്ലാത്തിൻ്റെ ഒരുപോലെയാണല്ലോ. അതുകൊണ്ട് എന്തിനാ കയറി പിടിക്കുന്നത്? വേലിയുമ്പോൾ കിടക്കുന്ന പാമ്പിനെടുത്ത് മറ്റോടത്ത് കെട്ടിവെക്കേണ്ട ആവശ്യമില്ലല്ലോ, വേറെ ആൾക്കാരുണ്ടല്ലോ. ആയതുകൊണ്ടിപ്പോൾ കോയമ്പത്തൂരിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വീട് കിട്ടില്ല. ബാച്ചിലേഴ്സ് ചെന്ന് അവിടെ വരികയാണെങ്കിൽ ഒരു മുസ്ലിം കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയെ മാറ്റി നിർത്തിയിട്ടാകട്ടെ എന്ന് പറയും. ഇവിടെ പലപ്പോഴും ഞാനുള്ള അയ്യന്തോള് മറ്റേ തൃശ്ശൂരിലുള്ള പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ചും തിരുവമ്പാടി പാറമേക്കാവിൻ്റെയും വശങ്ങളിലുള്ള പൂങ്കുന്നത്ത് നമ്മുടെ കല്യാൺ ടെക്സ്റ്റൈൽസിൻ്റെ മുതലാളി അവിടെയാണ് താമസിക്കുന്നത്. സീതാറാം കല്യാണമൊക്കെ അവിടെയാണ് താമസിക്കുന്നത്. അവിടെ നിറയെ അമ്പലങ്ങളാണ്. അവിടെ ഒരു ഫ്ലാറ്റ് പണിയുന്ന സമയത്ത്, ഒരു 10 നില ഫ്ലാറ്റോ മറ്റോ പണിയുന്ന സമയത്ത് അതിൽ 40 വീടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ ഗ്രൗണ്ട് ഫ്ലോറിനോട് ചേർന്ന് അവർ ചെറിയൊരു 6 അടി 3 അടി കെട്ടിയുണ്ടാക്കും. എന്നിട്ട് അവിടെ ഒരു ഗണപതിയെ പ്രതിഷ്ഠിക്കും, അല്ലെങ്കിൽ മറ്റേതിന് ദേവതയെ പ്രതിഷ്ഠിക്കും. അങ്ങനെ ഒരു ചെറിയ മിനി ടെമ്പിൾ ഉണ്ടാകുമ്പോൾ അവിടെ നിലവിളക്കും വയ്ക്കും. നിലവിളക്ക് വച്ച് കഴിഞ്ഞാൽ പ്രേതങ്ങൾ വരില്ലല്ലോ അവിടെ. നമ്മൾ ആൾക്കാർ പറയില്ലേ, ഈ കുരിശ് കണ്ടു കഴിഞ്ഞാൽ ചെകുത്താന്മാർ ഓടിപ്പോകും എന്ന് പറഞ്ഞാൽ നിലവിളക്ക് കണ്ടു കഴിഞ്ഞാൽ ഉമ്മാർ ഓടിപ്പോകും. അതാണല്ലോ ഇവിടെ കാണുന്നത്. അപ്പം ഇനിയിപ്പോൾ ഈ പൈസയും കൊടുത്ത് 6 അടി 3 അടി അങ്ങനെ ഒരു ടെമ്പിളൊന്നും പണിയേണ്ട ആവശ്യമില്ല. ഒരു ഏതൊരു ഫ്ലാറ്റിന് മുമ്പിൽ ഒരു നിലവിളക്ക്, ഒരു തറയുണ്ടാക്കിയിട്ട് നിലവിളക്കം ഉണ്ടാക്കി വെച്ചാൽ മതി. പിന്നെ ഉമ്മാർ വരില്ല അവിടെ. അതാണ് ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഫ്ലാറ്റ് സമുച്ചയത്തിൽ മുസ്ലിങ്ങളെ വരുന്ന സമയത്ത് ഇവിടെ കയറാൻ പറ്റില്ല എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു നിലവിളക്ക് വെച്ചാൽ കാര്യം കഴിഞ്ഞില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? ഇങ്ങോട്ട് വരണ്ട, ഇതല്ലേ എൻ്റെ അർത്ഥം. നിലവിളക്ക് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? മുസ്ലിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്നായല്ലോ അതിൻ്റെ അർത്ഥം. അവരാക്കി മാറ്റിയതാണല്ലോ, അങ്ങനെ ആക്കി മാറ്റിയതാണല്ലോ. എന്തൊരു കാര്യം പറയുമ്പോഴും ഈ പുട്ടിന് പേരിടുന്നത് പോലെ ഞങ്ങളുടെ കിതാബിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കിതാബിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പടച്ചവൻ പൊറുക്കൂല, നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടട്ടെ. എന്താ ഹിദായത്തുള്ളതിൻ്റെ അർത്ഥം എപ്പോഴും എനിക്കറിയില്ല. ഇങ്ങനെ കൂടെ ഇങ്ങനെ ഛർദ്ദിച്ച് വെക്കുന്നത് കാണാറുണ്ട്. അതേസമയം ഇതര സമുദായങ്ങൾ, ഹിന്ദു ആളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ, ഇവരൊന്നും ഈ രീതിയിൽ ഈ ഛർദിൽ പരിപാടി നടത്താത്തവരാണ്. ഏതൊരു ഹിന്ദുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നലെ മമ്മൂട്ടിയുടെ സിനിമ കണ്ടു? കണ്ടു, ശംഭോ മഹാദേവ. ഇന്നലെ നിങ്ങൾ ബസ്സിൽ കയറി എവിടേക്കോ പോകണമെന്നുണ്ടല്ലോ? ഞാൻ നെല്ലായി രജിസ്റ്റർ ഓഫീസർ വരെ പോയതാ, ശംഭോ മഹാദേവ. നിങ്ങൾ പറയാറുണ്ടോ? ഇത് തന്നെ കുത്തിത്തിരികുകയാണത്. മതം എല്ലായിടത്തും കുത്തിത്തിരിക്കുകയാണ്. മതത്തിൽ കിടന്നുറങ്ങുന്നു, മതം കുടിക്കുന്നു, മതം ഭക്ഷിക്കുന്നു, മതത്തെക്കുറിച്ച് സംസാരിക്കുന്നു, എല്ലാം മതം. അതിന് മതം എന്നല്ല പറയാം, മതം പൊട്ടുക എന്നാ പറയാൻ. മതമാണെന്നൊക്കെ പറയില്ലേ? ഒരു ക്രിസ്ത്യാനിയുടെ കടയിൽ കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വ്യാപാര സമുച്ചയത്തിൽ കയറി കഴിഞ്ഞാൽ, അതിലൊരു മാള് അവിടെ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ഹിന്ദു ദൈവത്തിൻ്റെയും യേശു ക്രിസ്തുവിൻ്റെയും അതിനപ്പുറത്തും മക്കയുടെയും ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതേ സമയത്ത് മുസ്ലിങ്ങളുടെ കടയിൽ കയറി ചെന്നാൽ അവിടെ ഒരു ശ്രീകൃഷ്ണ ഫോട്ടോ ഈ ലോകത്തിൽ എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഒരു കുരിശടയാളം അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോ ഈ ലോകത്തിൽ എവിടെയും കാണാൻ പറ്റുമോ? ചെയ്യില്ല. ഞങ്ങൾ സംതിങ് സ്പെഷ്യലാണെന്ന് കാണിക്കുകയാണ്. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ തുടങ്ങി ഇവിടുത്തെ ഹിന്ദുക്കൾ, ഇതര സമൂഹങ്ങൾ. ഒരു മതസൗഹാർദ്ദ സമ്മേളനത്തിൽ അതിൻ്റെ ഉദ്ഘാടനത്തിൽ വന്ന കുറച്ചൊരു ഉയർന്ന് ചിന്തിക്കുന്ന ഒരാൾ, അദ്ദേഹമാണ് ഉദ്ഘാടകൻ. അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ പ്രസംഗിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് അഡ്വാൻസായിട്ട് ചിന്തിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ ഉറക്കെ ഹരേ കൃഷ്ണ എന്ന് പറയും. അപ്പോൾ ഇവിടെയുള്ള അങ്ങനെ പറയുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന പള്ളിയിൽ അച്ഛൻ അതൊന്ന് ഏറ്റു ചൊല്ലണം. അപ്പോൾ ഇവർ പറഞ്ഞു, ആകാം. അദ്ദേഹം ഏറ്റുചൊല്ലി, നാട്ടുകാരും ഏറ്റുചൊല്ലി. അതിനുശേഷം അല്ലാഹു അക്ബർ എന്ന് ഞാൻ പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഹിന്ദു സന്യാസി അത് ഏറ്റുപറയണം. പറയാമല്ലോ സ്വാമി. അതിനെന്താ, നല്ല കാര്യമല്ലേ.
അദ്ദേഹം അള്ളാഹു എന്ന് പറഞ്ഞു, ജനങ്ങളും ഏറ്റുവിളിച്ചു. ശേഷം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് ഞാൻ പറയുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ഉസ്താദ് അതൊന്ന് ഏറ്റു പറയണം കേട്ടോ. ആ സമയത്ത് ഉസ്താദ് പറയുകയാണ്, അത് ഞങ്ങളുടെ ദീനിനെതിരാണ്, ഞങ്ങളുടെ കിതാബിനെതിരാണ്, അത് പടച്ചവൻ പൊറുക്കൂല. ഏതായാലും ആ ഉദ്ഘാടകൻ അതേ അപ്പം തന്നെ പറഞ്ഞു, എൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞല്ലോ, ഇനി ഞാൻ ഈ സ്റ്റേജിലിരിക്കുന്നില്ല, ഞാൻ പോകുകയാണ്. ഏതായാലും മതസൗഹാർദ്ദ സമ്മേളനമല്ലേ, മതസൗഹാർദ്ദം പൂത്തുലയട്ടെ, ഹിമാലയം കയറട്ടെ, ഞാൻ പോവുക. പോയത് ഒന്നിനോടും ഇണങ്ങിച്ചേരാത്തൊരു സ്വഭാവം ഇപ്പോഴും മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സമീപകാലത്തായിട്ട് ആ ഒരു വൈകൃതം കൂടിക്കൂടി ശക്തി പ്രാപിച്ചു വരികയാണ്. അങ്ങനെ ഒരു മതം പറഞ്ഞ് ഭീകരവാദത്തെ പുകഴ്ത്തി, താലിബാനിസത്തെ പുകഴ്ത്തി, ഹമാസിനെ പുകഴ്ത്തി അവർ മറ്റുള്ള സമൂഹങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. മുസ്ലിങ്ങളെ സംശയത്തോടുകൂടി വീക്ഷിക്കുകയാണ് എല്ലാവരും, ഒപ്പം ഭയത്തോടുകൂടി വീക്ഷിക്കുകയാണ് പലരും. ഇവർക്കൊരു ത്രിവാദങ്ങളുണ്ട്. വീരവാദം ഫസ്റ്റ്, സെക്കൻഡ് തീവ്രവാദം, അതിനുശേഷം എരവാദം. ഇതാണ് ഇവരുടെ 3 വാദങ്ങൾ. നമുക്കറിയാം, വലിയ വീരവാദം മുഴക്കിയിട്ട് 2 വർഷം മുൻപ് സ്വച്ഛമായിട്ട് കിടന്നിരുന്ന ഇസ്രായേലിനെ അവിടെ വലിയ രൂപത്തിൽ ഇവർ പ്രകോപിപ്പിച്ചത്. ഞാൻ നാളൊരു ചിത്രം കണ്ടു, അതിൽ സിംഹം കിടന്നുറങ്ങുകയാണ്. ഒരു മാൻകുട്ടി ആ വഴിക്ക് വന്നൊരു സിംഹത്തെ കണ്ടപ്പോൾ കൊമ്പോണ്ടൊരു കുത്ത്. പിന്നെ എന്താണ് സംഭവിച്ചത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ആ സിംഹം അവിടെ കിടന്നുറങ്ങുകയായിരുന്നു. ചെന്ന് കയറി എന്ന് പറയില്ല, ഇതുപോലെ ഇസ്രായേലിലുണ്ടായത്. വീരവാദം മുഴക്കി ഇസ്രായേലിൽ കടന്ന് തീവ്രവാദം നടത്തി ഒരുപാട് പേരെ കൊന്നുകളഞ്ഞു, ഒരുപാട് പേരെ പിടിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ എന്താ ഉണ്ടായത്? ഇന്ന് വരെ ലോകം കാണാത്ത രീതിയിൽ ഒരു നാടിനെ, ഗാസയെ ഭസ്മമാക്കി കളഞ്ഞു ഇസ്രായേൽ. അപ്പം പിന്നെ എന്തായി? കണ്ടോ, ഇസ്രായേൽ ചെയ്യുന്ന കണ്ടോ, ഇസ്രായേൽ കാണിക്കുന്ന കണ്ടോ, മുസ്ലിങ്ങളായതുകൊണ്ടല്ലേ ചെയ്യുന്നത്? എരവാദം. ഇതാണ് പറഞ്ഞത് വീരവാദം, തീവ്രവാദം, എരവാദം. GCC രാജ്യങ്ങളും സൗദി, UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് ഇവരെല്ലാവരും അമേരിക്ക എന്ന ഉമ്മാക്കി കാണിച്ചുകൊണ്ട് ആണ് ഇറാനെ പോലുള്ളവരെ ഭയപ്പെടുത്താൻ ശ്രമിച്ചത്. അവിടെയും വീരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ത്രെഡുകൾ നമുക്ക് കാണാൻ പറ്റും ചുഴിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ. ഇപ്പോൾ ഇറാൻ്റെ ശക്തി മനസ്സിലാക്കിയപ്പോൾ ഇന്നലെ വന്നൊരു വാർത്തയാണ് കേട്ടോ. ഇപ്പോൾ ഇറാൻ്റെ ശക്തി ശരിക്കും മനസ്സിലായി. ഇപ്പം $1000 കോടി UAE ഇറാന് കൊടുക്കാൻ പോവുക. അമേരിക്ക കൊടുക്കേണ്ട പൈസ ഞങ്ങൾ തരാം, ദയവിത് യുദ്ധം നിർത്തുന്നുള്ള ആ അവസ്ഥയിലേക്ക് എത്തി. അപ്പം എന്തായി? കരച്ചിൽ ആരംഭിച്ചു, കാല് പിടുത്തവും തുടങ്ങി. ഇതിനെയാണ് ഈ എരവാദം എന്ന് പറയുന്നത്. ഇങ്ങനൊരു പോസ്റ്റ്, അതായത് മുസ്ലിമാണോ വീടില്ല, മുസ്ലിമാണോ ജോലിയില്ല, അങ്ങനൊരു പോസ്റ്റ് ഇതിനകത്തിട്ട്, അതാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത്. അങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അത് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തണം, മുസ്ലിങ്ങൾ സ്വയം വിലയിരുത്തണം. അടുത്ത കാലത്തായിട്ട് ഈ രാജ്യത്തിൽ നിങ്ങൾ ഭരണഘടന, അതുപോലെ ജനാധിപത്യ മൂല്യങ്ങൾ, സാമൂഹികമായിട്ടുള്ള സന്തുലിതാവസ്ഥ, ഇതൊക്കെ നിങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ടാറ്റ കൺസൾട്ടൻസിയിൽ എന്താ ഉണ്ടായെന്ന് നമുക്ക് അറിഞ്ഞൂടെ? ജോലി കിട്ടിയാൽ ജോലിയും ചെയ്ത് ശമ്പളം വാങ്ങിച്ചെടുക്കൽ, അതിനകത്തും കൊണ്ട് കയറ്റി മതം, ജിഹാദ് കൊണ്ട് കയറ്റി. എവിടെയും അവർക്ക് സെക്യുലറിസം പ്രശ്നമല്ല. വായയിലുണ്ട് സെക്യുലറിസം, ഹൃദയത്തിലില്ല. രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ അത് മറ്റുള്ള സമൂഹങ്ങളെ മാറ്റി ചിന്തിപ്പിക്കാൻ ഇടവരുത്തുകയാണ് ചെയ്യുന്നത്. എല്ലാം അവരവരുടെ കയ്യിലിരിപ്പാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അതാ തിരിച്ചടിക്കുന്നത്. പൊതുവെ പല സ്ഥലങ്ങളിലും കാണുന്ന ഒരു
ഒരു സ്റ്റൈലുണ്ട്. മുസ്ലിമായിട്ടുള്ള ഒരാൾ ഏതെങ്കിലും കമ്പനിക്ക് ജോലി കയറി കഴിഞ്ഞാൽ അയാളുടെ മുസ്ലിം സുഹൃത്തുക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെയുള്ള വേക്കൻസികളിൽ കുത്തിത്തിരിക്കും. ഒരു പരിധി കഴിയുമ്പോൾ കമ്പനി മുതലാളിമാരിത് മനസ്സിലാക്കും. ഇത് മനസ്സിലാക്കി ഈ പ്രവണത നിരസിക്കും. ചിലപ്പോൾ അവർ അവിടെ തന്നെ അനിഹിലേറ്റ് ചെയ്ത് കളയും. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ നടത്തുന്ന സൂപ്പർ മാർക്കറ്റുകൾ, മറ്റ് വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഒന്നും പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അവിടെ ജോലി ചെയ്യുന്നവർ 90% മുസ്ലിങ്ങളായിരിക്കും എന്നർത്ഥം. മന്ത്രിമാരുടെ മന്ത്രിമന്ദിരത്തിൽ പോയാൽ കാണാൻ പറ്റും അറ്റം മുതൽ അറ്റം വരെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ബോർഡ് വെച്ചിട്ടുണ്ടായിരിക്കും. അത് മുസ്ലിം മന്ത്രിയാണെങ്കിൽ ആ അറ്റം മുതൽ ഇറ്റം വരെയുള്ള 25 സ്റ്റാഫുണ്ട്, 25 സ്റ്റാഫും മുസ്ലിങ്ങളായിരിക്കും. മതത്തെ ഒരു കൂപമാക്കി മാറ്റിയിട്ട് അതിൽ കൂപമണ്ഡൂകമായിട്ട് വസിക്കുവാനാണ് ഭൂരിഭാഗം മുസ്ലിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. പിന്നെ എങ്ങനെ അവരെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുക? ഇന്നും സലാം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് സലാം മടക്കാത്ത ആളുകളുണ്ട്. കാരണം എന്താ? അസ്സലാമു അലൈക്കും, നിന്നെ രക്ഷിക്കട്ടെ, ദൈവം രക്ഷിക്കട്ടെ. തിരിച്ച് വാ അലൈക്കും മുസ്ലാം, ഞാൻ നിന്നെയും അതുപോലെ ദൈവം രക്ഷിക്കട്ടെ എന്നല്ലേ. പക്ഷേ ഹിന്ദുവിനെ എങ്ങനെയാണ് രക്ഷിക്കുക? അതല്ലേ ഇപ്പോൾ മഹാത്മാഗാന്ധി സ്വർഗത്തിൽ പോയില്ലല്ലോ, നരകത്തിലല്ലേ. നരകം കംപ്ലീറ്റ് അവിടെ എഴുതി വച്ചിരിക്കുക. നമ്മുടെ ഹിന്ദുക്കളുടെ അമ്പലത്തിൽ എഴുതി വെച്ച പോലെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അവരവിടെ എഴുതി വച്ചിരിക്കുക അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല. അമുസ്ലിങ്ങൾ ആ വഴിക്ക് പോട്ടെ, അവിടെ നരകത്രേ. എന്തെല്ലാം മണ്ടത്തരങ്ങളാണ് ഈ പറഞ്ഞു കൂട്ടുന്നത്. ഇതാർക്കെങ്കിലും ഇഷ്ടപ്പെടും ഇതൊക്കെ? ഇനി അത് പോട്ടെ, ഇതര മതവിഭാഗങ്ങളിലുള്ളവർക്ക് സലാം മടക്കുന്നതിൽ പോട്ടെ, അതിനൊരു ന്യായീകരണം വെക്കാം. പക്ഷെ ഇപ്പോൾ കണ്ടുവരുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ വിവിധ ഗ്രൂപ്പുകൾ തമ്മിൽ പോലും സലാം മടക്കുവാനോ പറഞ്ഞ സലാം പറയുവാനോ പറഞ്ഞ സലാം മടക്കുവാനോ അവരിഷ്ടപ്പെടുന്നില്ല അത്രേ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ മാത്രം ഒരുത്തണ്ട്, ആലപ്പുഴയിൽ ഒരു പപ്പടത്തൊപ്പിയും വെച്ച് വെള്ളത്തൊപ്പിയും വെച്ച് ഒരുത്തരുണ്ട്, മദനി. ആ മൂശാമ്പി പറയുന്നത് ലോകത്തിലെ എല്ലാ ഗ്രൂപ്പുകളും, അതുപോലെ ആ ഗ്രൂപ്പുകളുടെ വ്യക്തികൾ അയാൾ പറഞ്ഞത് ശരിയല്ല. അത് ഖുറാനിൽ പറഞ്ഞിട്ടില്ല. ആയിക്കൂടി ഖുറാനിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് അറിയോ? രോമക്കച്ചവടം നടത്തി പൈസ ഉണ്ടാക്കുക. അത് കറക്റ്റ്, അതെങ്ങനെ കറക്റ്റാണ്? രോമം മുക്കിയ വെള്ളം അത് കറക്റ്റാണ്. ബാക്കി എല്ലാവരും അയാൾ കുറ്റം പറയും. എന്നെ കാലങ്ങളായിട്ട് ചാരനാണ്. അത് വിശ്വസിച്ച പല ആൾക്കാരുണ്ടായി. ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ച പല മുസ്ലിങ്ങളും അത് വിശ്വസിച്ചവരോട് ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞതിൽ വല്ല അർത്ഥമുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്, അർത്ഥമുണ്ട്. അയാൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഒരു തെറ്റുണ്ട്. ഞാൻ RSS ചാരനാണെന്നല്ലേ പറഞ്ഞു. അതല്ല, ഞാൻ RSSകാരൻ തന്നെയാണ്. അതിൽ ചാരെന്നൊരു വാക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെയാണ് ഞാൻ. 1ാം OTC, 2ാം OTC, 3ാം OTCയും കഴിഞ്ഞിട്ടുള്ളവനാണ് ഞാൻ. കാര്യം കഴിഞ്ഞില്ലേ? അതങ്ങനെ ആക്സെപ്റ്റ് ചെയ്തു. അതിൻ്റെ പേരിലേക്ക് ഉള്ളിൽ വന്ന അസഹിഷ്ണുത. അത്രയും പല സുഹൃത്തുക്കളാണ് എന്നോട് വിളിച്ചു ചോദിച്ചത്, സ്വാമി ഇങ്ങനെ RSSൻ്റെ ഒരു ചാരനാണെന്ന് കേൾക്കണ്ടല്ലോ. ഞാൻ എൻ്റെ മറുപടി ചെയ്താ, ആണെടോ. അല്ല, ഞങ്ങളത് അറിയാണ്ട് ചോദിച്ച സ്വാമി, അത് അങ്ങനെ ഉദ്ദേശിച്ചില്ല. അല്ല, അങ്ങനെ തന്നെ എന്തുദ്ദേശിച്ചാലും ഞാൻ RSSകാരൻ തന്നെയാണ്. മതിയല്ലോ, താൻ തൻ്റെ വഴിക്ക് പോ. ഏതായാലും ഇപ്പോൾ എല്ലാം ഹലാലാണ്. എവിടുന്നാണ് ഈ പദം കിട്ടിയതെന്ന് അറിയില്ല. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയത് എന്നും പറഞ്ഞ് പണ്ടൊക്കെ ഹോട്ടലിൻ്റെ മുമ്പിൽ എഴുതി വെക്കണം കാണാൻ പറ്റും. ഇപ്പോൾ ഹലാലാണ്. ഇവർ സംസാരിക്കുന്ന സമയത്ത് അതിനകത്ത് ആവശ്യമില്ലാതെ കുറേ അറബി വാക്കുകൾ കുത്തിത്തരും. അപ്പോൾ ഇവർ സംസാരിക്കുമ്പോൾ പകുതി നമുക്ക് മനസ്സിലാവില്ല. അതൊരു ശൈലിയായിട്ട് കൊണ്ട് നടക്കുകയാണ്. ഇപ്പോൾ കുറേ പാകിസ്ഥാനിൽ അവിടെ കന്തൂറിയും ധരിച്ച് കിടക്കുമ്പോൾ, അവിടുത്തെ വസ്ത്രമാണ് കേട്ടോ, ആ വസ്ത്രം ധരിച്ച് കിടക്കുമ്പോൾ കോളമ്മ പിടിച്ച് മാറ്റി കൊണ്ടുപോയിട്ട് പറഞ്ഞു ഊരാ വസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മലപ്പുറത്തും കോഴിക്കോടും ഇതുപോലെ കന്തൂറ ധരിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് അറബികൾ. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ദുബായിൽ പിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവർ. ഇപ്പോൾ ദുബായിയുടെ ഇത് മനസ്സിലായല്ലോ, ഇരുന്ന് കരയാണ് അവരെടുത്തത്. വാതിലും ഒരു മുട്ട് കേട്ടാൽ മതി, അയ്യോ ബോബ്
എന്ന് പറയുന്ന ഗതികളിലായി മാറി. അവിടെ തീച്ചൂളയായിട്ട് മാറി. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണെന്ന് അറിയില്ല. അവിടെ ഒരു പാഠം പഠിപ്പിച്ചു. എല്ലാം ഹലാലാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പാലക്കാട് ആരംഭിച്ചൊരു ജിംനേഷ്യം, അതും ഹലാൽ ജിംനേഷ്യമാണ് അത്രേ, ഇസ്ലാമിക് ജിമ്മ്. ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക? സ്വാഭാവികമായിട്ട് ഇതിവിടുത്തെ ഹിന്ദുക്കളും ക്രൈസ്തവരും അനുകരിക്കും. ഹിന്ദു ഹോട്ടൽ, ക്രൈസ്തവ ഹോട്ടൽ, ക്രൈസ്തവ ജിംനേഷ്യം, ഇതൊക്കെ ഇനി ആരംഭിക്കും. പണ്ട് സംപൂജ്യ സ്വാമികൾ ചേങ്കോട്ടുകുണം സത്യാനന്ദ സരസ്വതി മഹാരാജ് പറഞ്ഞൊരു കാര്യം ഇവിടെ സ്മരണീയമാണ്. ഹിന്ദുക്കളെല്ലാം ഹിന്ദുക്കളുടെ കടയിൽ നിന്ന്, ഹിന്ദുക്കളുടെ സ്ഥാപനത്തിൽ നിന്ന് കാര്യങ്ങൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുക. അന്നതിന് അനുസരിക്കാൻ ഹിന്ദുക്കൾ തയ്യാറായിരുന്നില്ല. അവർ നല്ലവരാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ഗതി കെട്ട് കഴിഞ്ഞാൽ പോകാൻ അവർക്ക് പാകിസ്ഥാനുണ്ട്, അല്ലെങ്കിൽ ബംഗ്ലാദേശുണ്ട്. പക്ഷേ എടാ ഹിന്ദുവെ, നീ എവിടേക്കാണ് പോവുക? ഇന്നൊക്കെ അത് കാതിൽ മുഴങ്ങുകയാണ് ആ ചോദ്യം. ഏതായാലും ഇപ്പോൾ ഹിന്ദുക്കൾ ഹിന്ദുക്കളായിട്ട് നിൽക്കാനും അവരുടെ തുരുത്തുകൾ സൃഷ്ടിക്കാനും ബാധ്യസ്ഥരായിരിക്കുകയാണ് ഇപ്പോൾ. ഇങ്ങനെയുള്ളൊരു ഭാവം ഇവിടെയുള്ള നല്ലവരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ഹിന്ദുക്കളുടെ മനസ്സിലേക്ക് കുത്തിക്കയറ്റിയത് ആരാണ്? ഇവിടെയുള്ള മുസ്ലിം തീവ്രവാദികൾ തന്നെയാണ്, മുസ്ലിം മതവാദികൾ തന്നെയാണ്. ഇത്തരക്കാർക്ക്, ഇത്തരം ജിഹാദികൾക്ക് ഒരു സ്ഥാപനത്തിൽ ജോലി കൊടുത്താൽ അവിടേക്ക് അവരാദ്യം ചുവന്നു കൊണ്ടുവരുന്നത്, തള്ളിയിടുന്നത്, വഴിയിൽ കിടക്കുന്ന പാമ്പിനേക്ക് പിടിച്ചുകൊണ്ട് മറ്റേ പൂച്ചകൾ നമ്മുടെ വീടിൻ്റെ അടുക്കളയിൽ കൊണ്ടിടില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു സ്ഥാപനത്തിൽ ജോലി കൊടുത്താൽ അവിടേക്ക് ആദ്യം അവർ ചുമന്നു കൊടുത്ത് ഛർദ്ദിച്ച് തള്ളുന്നത് മതത്തെയാണ്, മത തീവ്രവാദത്തെയാണ്. അതിനുശേഷം മാത്രമാണ് അവർ ജോലിയെക്കുറിച്ചും അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥതയെക്കുറിച്ചും ചിന്തിക്കുന്നുള്ളൂ. തലയിൽ മുഴുവൻ മതമാണ്, അരയ്ക്ക് ചുറ്റും ബോംബാണ്, ഉറയിലാകെ വാളുകളും, നാക്കിലാണോ പുലഭ്യവും, നാക്ക് മൊത്തം പുലഭ്യവും. അങ്ങനെ ഒരാളെ ജോലിക്ക് വയ്ക്കാൻ ആരാ ഇഷ്ടപ്പെടുക? ഏത് സ്ഥാപന ഉടമയാ മടിക്കാതിരിക്കുക? ഭയപ്പെടും, സ്വാഭാവികമാണ്, അതിൽ സംശയമില്ല. മഹാരാഷ്ട്രയിലെ TCS, ടാറ്റ, ഇവിടെയെല്ലാം നടന്ന് പ്രശ്നങ്ങൾ അറിയാവുന്ന ആരെങ്കിലും വഴി കൂടെ പോകുന്ന പാമ്പിനെ, വേലിയും കിടക്കുന്ന പാമ്പിനെ എടുത്തിട്ട് മറ്റോടത്ത് കെട്ടി വയ്ക്കൂ? ഈ ഒരു ഗതികേട് ആര് വരുത്തി വെച്ചു? മുസ്ലിങ്ങൾ വരുത്തി വെച്ചു. അടിസ്ഥാന കാരണം എന്താണ്? മതഭ്രാന്ത്. അത് തന്നെ. പേടിച്ചിട്ടായിരിക്കും ജോലി കൊടുക്കാത്തത്. സ്ഥാപനത്തിൽ മറ്റ് മതവിഭാഗങ്ങളിലുള്ള സ്ത്രീകൾ എല്ലാവരും ഉണ്ട്, മറ്റുള്ള ആൾക്കാരും ഉണ്ട്. TSACയിൽ എന്താ സംഭവിച്ചത്? അതുപോലെ അവിടെ വരുമെന്നുള്ള പേടിയാണ്. മറ്റു മതക്കാർക്ക് മുസ്ലിം എന്ന് കേൾക്കുന്നത് തന്നെ ഭയമായിട്ട് മാറിയിരിക്കുകയാണ്. കേരളത്തിൽ ആസന്ന ഭാവിയിൽ തന്നെ ഇങ്ങനെ പോവുകയാണെങ്കിൽ, നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ ഭരണമായിട്ട് പോവുകയാണെങ്കിൽ ഹിന്ദുക്കൾക്ക് പോകാൻ വേറെ ഭൂമി ഇല്ലല്ലോ, വല്ല അറബിക്കടലും ചാടി ചാവേണ്ടി വരും. ഒരു കാര്യം വീണ്ടും എടുത്തു പറയാതിരിക്കാൻ വയ്യ. ഒരിക്കൽ ഭാരതാംബയെ വെട്ടിമുറിച്ച് മൂന്നാക്കി മാറ്റിയത് ആരാ? ഈ ഭാരതഭൂമിയും ഒരു രാജ്യമെന്ന നിലയ്ക്ക് ഒരു മഹാസ്ഥാപനമാണല്ലോ. അതിനല്ലേ വെട്ടിമുറിച്ച് വികൃതമാക്കിയത്? അന്ന് ജിന്നയുടെ നേതൃത്വത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ഹിന്ദുസ്ഥാനം ഓക്കെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മുസ്ലിം സ്ഥാനം വേണം, പാകിസ്ഥാൻ. അങ്ങനെ അത് കൊടുത്തു. അവിടെ ഹിന്ദുക്കളൊന്നും ഇല്ലാതെ എത്ര 3% മറ്റേ ഹിന്ദുക്കളുള്ളത്. ബാക്കി എല്ലാത്തിനും കഥ കഴിച്ചു. ഇപ്പോൾ അവർ കൂടെ അവർ ഉയർത്തിക്കാണിച്ച് വെല്ലുവിളിക്കുന്നത് ഞങ്ങളുടെ ദുബായ് GCC കൺട്രികളുടെ പേരിലാണ്, അറേബ്യൻ കൺട്രികളുടെ പേരിൽ. എനിക്ക് വരുന്ന ഫോൺ കോളുകളിൽ പറയുന്നുണ്ട്, നീ ദുബായിൽ വാ, അപ്പം കാണിച്ചു തരാമെന്ന്. അവിടെയും അവർ ഉയർത്തി കാണിക്കുന്നത് വംശീയതയാണ്. ഇവരുടെ കാര്യം മനസ്സിലാക്കിയാൽ നല്ലത്. സൗദികളുടേതാണ്, മുസ്ലിങ്ങളുടേതല്ല. അതുപോലെ എമിറേറ്റ്സ്, അത് എമിറാത്തികളുടേതാണ്, മുസ്ലിങ്ങളുടേതല്ല. ഈ ചെളിത്തലയന്മാരുടെ ബോധത്തിലേക്ക് ഇതുവരെ കയറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം.
എവിടെ കയറി ചെന്നാലും ചെല്ലുന്ന സ്ഥലത്തെല്ലാം മതം വളർത്താൻ ശ്രമിക്കുന്നതും രാജ്യത്തിനെതിരെയുള്ള ഭീകരപ്രവർത്തനം വേറെ, ആരോഗ്യ മേഖലയിലെ വൈറ്റ് കോളർ ആൾക്കാർ വരെ നമ്മൾ ഡൽഹിയിൽ കണ്ടതാണല്ലോ. ആയതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ അടുപ്പിച്ചിട്ട് എന്തിനാ റിസ്ക് എടുക്കുന്നത്? തൻ്റെ വീട്ടിൽ തൻ്റെ മകൻ്റെ കൂട്ടുകാരനൊരു അഷ്റഫാണെന്ന് പറഞ്ഞാൽ വേണ്ട മോനെ എന്തിനാ ഇങ്ങനത്തെ പിള്ളേരേക്കും കൂട്ടുപിടിക്കാക്കി പിന്നീട് പൊല്ലാപ്പാവും എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഗതികേടിലെത്തിയിരിക്കുകയാണ്. ഇവരൊക്കെയും ചെയ്യേണ്ടത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും സാധാരണ മനുഷ്യനായിട്ട് ജീവിച്ച് കാണിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എല്ലായിടത്തും തള്ളപ്പെടും. ഈ ട്രെൻഡ് തുടരും, നാണം കെടും. നിങ്ങൾക്ക് ഈ ലോകമേ ഉള്ളൂ. ജനനീ ജന്മഭൂമി ഈ ഭാരതഭൂമി. സൗദിയിൽ പോകണമെങ്കിൽ 1 മാസം വിസ കിട്ടും. പിറ്റേ ദിവസം വിസ തീരുന്ന 25-ാം തീയതി ആണെങ്കിൽ 24-ാം തീയതി കെട്ടും കെട്ടി പുറപ്പെടണങ്ങൾ. അല്ലെങ്കിൽ പിന്നെ അവർ അവിടെ തന്നെ പാർപ്പിക്കും 2-3 വർഷം. അത് മാത്രമേ റോട്ടി കപ്പട മക്കാൻ എവറിത്തിങ് ദേ വിൽ പ്രൊവൈഡ്. പല ജയിലിലാണെന്ന് മാത്രം. അതല്ല നമ്മുടെ നാട്. നമ്മുടെ അമ്മ പൊട്ടക്കണ്ണിയായിരിക്കും, ചട്ടുകാരിയായിരിക്കും, പക്ഷെ അതാണ് നമ്മുടെ അമ്മ. അല്ലാതെ ഹേമമാലിനിയോ അല്ലെങ്കിൽ മഞ്ജുവാര് കുട്ടിയാണല്ലോ അല്ലേ, അവരൊന്നുമല്ലല്ലോ നമ്മുടെ അമ്മ. ആയതുകൊണ്ട് നിങ്ങൾ ഈ നാടിനെ സ്നേഹിക്കുക, വന്ദേ മാതരത്തെ സ്നേഹിക്കുക, നിലവിളക്കിനെ സ്നേഹിക്കുക, ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. മതമുണ്ടല്ലോ, മതം തകാരമാണ്, തത്തമേലത്തെ ത. അത് ദക്ഷിണാനിലത്തെ ദാ ചേർക്കുമ്പോൾ എന്തായി? മതം മതമായി മാറും. ആക്കാതിരിക്കുക. മതം വീടിനകത്ത് സൂക്ഷിക്കുക, നിങ്ങളുടെ മനസ്സിനകത്ത് സൂക്ഷിക്കുക. നാടിനകത്ത് മനുഷ്യനായിട്ട് ജീവിക്കുക, മനുഷ്യത്വത്തോടുകൂടി ജീവിക്കുക, മര്യാദയോടുകൂടി ജീവിക്കുക. അതിനെ ഫലം കിട്ടുള്ളൂ. നമസ്കാരം.